നമുക്ക് ബാക്കി മെറ്റീരിയലും കൂടെ ക്ലിയർ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് വേണ്ട മെറ്റീരിയൽ ഇവിടെ ഗ്ലാസ് ആണ്. ഗ്ലാസ് ഞാൻ എന്ത് ചെയ്യുക, ഗ്ലാസ് സെലക്ട് ചെയ്യുക. ഗ്ലാസ് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരും. നമുക്ക് ഗ്ലാസ് മെറ്റീരിയൽ ഇവിടെ നിന്ന് കിട്ടും. എന്താ ഗ്ലാസ്സിലോട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് ഗ്ലാസ് കൊടുക്കുക, അഡ്വാൻസ്ഡ് ഗ്ലാസ് കൊടുക്കുക. അതുമല്ലെങ്കിൽ നമുക്കിവിടെ പിന്നെ എന്ത് ചെയ്യുക, ഔട്ട്ഡോർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ് കുറേ ഗ്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ട ഗ്ലാസ്സുകൾ കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ഞാൻ ഈ ഒരു ഗ്ലാസ്സിനെ കൊടുക്കുന്നത്, ഈ ഒരു ഗ്ലാസ് കൊടുക്കുന്നത്. ഓക്കെ പ്രസ് ചെയ്യാം. ഇത് ഗ്ലാസ്സിന്റെ റിഫ്ലക്റ്റിവിറ്റി നമുക്കൊന്ന് ഇതിന്റെ ഇങ്ങനെ കുറച്ച് കൂട്ടി കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ വെളിയിൽ കൊടുക്കുന്ന ഒബ്ജക്റ്റ് ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മൾ റിഫ്ലക്ഷൻ കൂടെ ആഡ് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോട്ടെ. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ ഇതിന് വേണ്ടത് പിന്നെ ഈ ലൈറ്റുകൾക്കൊക്കെ നമുക്കൊരു ലൈറ്റ് മെറ്റീരിയൽ കൊടുക്കണം. ഇതൊരു എലിമിനേഷൻ ലൈറ്റ് മെറ്റീരിയലായി കൺവേർട്ട് ചെയ്യുന്നതിന്. അതേമാതിരി ഇവിടെ ഒരു LED സ്ട്രിപ്പ് ഉണ്ട്. ഇതിന് ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്യുക. ഇത് എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് സ്റ്റാൻഡേർഡിൽ വന്നിട്ട് സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സെറ്റിങ്സിൽ ഇവിടെ മിസ്സീവ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് അങ്ങനെ ലൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്കിപ്പോൾ ഒരു മെറ്റീരിയൽ കോപ്പി ചെയ്തിട്ട് വേറെ സ്ഥലത്ത് പ്ലേസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു സെയിം മെറ്റീരിയൽ വേറെ സ്ഥലത്ത് കൊണ്ടുപോകണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണേ, ഈ ഒരു ഇതിപ്പോ നമുക്ക് കൊടുക്കാൻ ഇതിൽ കുറച്ച് ഓക്കെ, ഈ ഒരു മെറ്റീരിയലിന് ഞാൻ എന്ത് ചെയ്യണം, വുഡൻ മെറ്റീരിയലിന് എനിക്ക് ഈ ഒരു മെറ്റീരിയലാണ് നമുക്ക് ഈ വുഡനിൽ വേണ്ടത്. എന്ത് ചെയ്യണം, ഞാൻ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് പിന്നെ കോപ്പി എടുക്കുക. എന്നിട്ട് ഞാൻ ഈ വുഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ പേസ്റ്റ് ഉണ്ടാവും. പേസ്റ്റ് ചെയ്താൽ ആ സെയിം മെറ്റീരിയൽ നമുക്ക് ഇങ്ങോട്ടും കിട്ടും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ലൈറ്റ് തന്നെ നമുക്ക് ഇവിടെയും വേണം. ഇവിടെ ലൈറ്റ് നമ്മൾ കൊടുത്തില്ല. പിന്നെ ഞാൻ ലൈറ്റ് മെറ്റീരിയൽ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. കോപ്പി എടുത്തിട്ട് ഇത് സെയിം കളറായി കൊടുത്തുകൊണ്ട് സെയിം ആയിട്ട് തന്നെ കിട്ടും, കുഴപ്പമില്ല. സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡിൽ വരിക, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു LED സ്ട്രിപ്പ് ഉണ്ട്, അതും കുറച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കൊടുത്തില്ല, അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് സംഭവിക്കണം. അപ്പോൾ ഞാൻ അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ഒന്ന് സേവ് ചെയ്യുക. ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫയൽ സേവ് ചെയ്ത് പോണേ. സേവ് ആസ് കൊടുക്കുക, നമുക്ക് H4 എന്ന് കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്ത് ഇനി ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെ വീണ്ടും പിന്നെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, നമ്മൾ തിരിച്ചങ്ങോട്ട് പോകാൻ കഴിയും. ഞാൻ സ്കെച്ചപ്പിൽ വന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാണ്, ഈ ഒരു ലൈറ്റ് കൂടെ വന്നിട്ട് ലൈറ്റ് എന്ത് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, സേവ് ചെയ്യുക. സേവ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ഇവിടെ സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ ലൈറ്റ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ ഈ ഒരു മെറ്റീരിയൽ ഒന്ന് മാറ്റണം എന്ന് ഈ മെറ്റീരിയൽ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് വേറൊരു നല്ലൊരു മെറ്റീരിയലോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സെലക്ട് ചെയ്യാം മെറ്റീരിയൽ. എന്നിട്ട് ഇവിടെ സ്റ്റാൻഡേർഡിൽ പോയിട്ട് ആദ്യം ഞാൻ ഈ മെറ്റീരിയൽ കോപ്പി ചെയ്യട്ടെ. ഓക്കെ, കോപ്പി മെറ്റീരിയൽ സ്റ്റാൻഡേർഡിലോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതിനോട് ടെക്സ്ചർ വേറൊരു വുഡൻ മെറ്റീരിയൽ ഞാൻ കൊടുക്കാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്തൊരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു നേരത്തെ. ഈ ഒരു മെറ്റീരിയൽ കൊടുക്കാൻ പോകണം. ഈ ഒരു മെറ്റീരിയൽ അവിടെ കൊടുക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്നിട്ട് മെറ്റീരിയൽ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ചൂസ് ചെയ്യുക. ഓക്കെ,
ഇങ്ങനെ കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ കളറ് ഇതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ തന്നെ കൊണ്ടുപോകാം. ഭംഗിയുണ്ടെങ്കിൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാനത് ഒഴിവാക്കും. വേണ്ട, നമുക്ക് പഴയ മെറ്റീരിയൽ കൊടുത്താൽ മതി. ഓക്കെ, ഈ ഭാഗത്ത് ഞാൻ ആ മെറ്റീരിയൽ അപ്ലൈ ചെയ്യും, ഈ ഒരു ഭാഗം മാത്രം. ഈ ഭാഗം മാത്രം എനിക്ക് മെറ്റീരിയൽ അപ്ലൈ ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്താലും ഓട്ടോമാറ്റിക്കായി ഇവിടെയും ചേഞ്ച് ആവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീണ്ടും സ്കെച്ചപ്പിലോട്ട് പോയിട്ട് ഈ ഒരു ഭാഗത്തിന് വേറൊരു കളറോ വേറെ എന്തെങ്കിലും ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കളർ കൊടുക്കുന്നു. ഞാൻ കളർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിന് സേവ് ചെയ്യാം. ഞാൻ വീണ്ടും ലൂമിയോണിലോട്ട് വന്നിട്ട് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് റീഇമ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ചേഞ്ചസ് കൂടെ വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ സെപ്പറേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് എടുക്കുക, നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന മെറ്റീരിയലിനെ എന്ത് ചെയ്യാണ് കൊടുക്കാൻ കഴിയും. ഓക്കെ, റിഫ്ലക്റ്റിവിറ്റി കുറച്ച് കൊടുക്കുക, കളർനെസ് ഇങ്ങനെ മാറ്റി കൊടുക്കുക. ഓക്കെ, വളരെ ചെറിയ ടെക്സ്റ്റ് ആയിട്ട് ഇത് കാണാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ സ്കെയിലിംഗ് ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുക, കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ ഒരു ഈ ഒരു രീതി കൊടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ തന്നെ ആ എഡ്ജ് പോയിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും എഡ്ജിൽ. ഓക്കെ, ഈ ഒരു മെറ്റീരിയൽ കൂടെ കൊടുക്കണം. ഓക്കെ, അതാണ് കുറച്ചും കൂടെ എനിക്ക് ഭംഗി തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഫെദറിങ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വേറെ ഇനിയിപ്പോൾ ഈ ഒരു ലൈറ്റിങ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈറ്റിൻ്റെ ഉൾഭാഗത്തും നമുക്കൊരു ഈ കളറുണ്ട്, ഇത് നമുക്ക് ലൈറ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ലൈറ്റ് ഓൺ ചെയ്ത് നിൽക്കുന്ന രീതിയിലൊക്കെ. ഈ മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യും. മെറ്റീരിയൽ എനിക്കൊരു പിന്നെ കൂടുതൽ ക്ലാരിറ്റി കുറവ് തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് വേറെ ഒന്ന് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക, അത് ഒന്നുകൂടി റീഇമ്പോർട്ട് ചെയ്യുക, റീ ആയിട്ട് നമുക്ക് ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ട് സോറി, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിന് കോപ്പി നേരത്തെ ഡൗൺലോഡ് ചെയ്തൊരു മാപ്പാണ്, അത് തിരഞ്ഞോടെ എവിടെ ഉള്ളത്. ഓക്കെ, അല്ലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ലൊരു മാപ്പ് നമുക്ക് നെറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. സ്റ്റോൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ കാറ്റഗറിയിൽ സ്റ്റോൺ ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് എന്താ പറയുന്നത്, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, മുകളിലോട്ട് വരാം. കുറച്ചും കൂടി ലൈറ്റ് ആണ്, കുറച്ചും കൂടി എനിക്ക് തോന്നുന്നതാണ് കുറച്ചുകൂടി മറ്റേതിനെക്കാട്ടും ബെറ്റർ തോന്നുന്നത്. ഞാൻ ഇത് യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ചേഞ്ചിങ് ഒന്നും വരുത്തുന്നില്ല. ഡിഫോൾട്ട് അതിൻ്റെ കളർ തന്നെ യൂസ് ചെയ്യാണ്. ഓക്കെ, പിന്നെ റിഫ്ലക്റ്റിവിറ്റി ഓക്കെ, അതിൻ്റെ ചേഞ്ച് ഒന്നും നമ്മൾ വരുത്തില്ല. ഓക്കെ, ഇത്രയും നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കിയപ്പോൾ നമ്മൾ ഇതിന് മെറ്റീരിയൽ ഏകദേശം എല്ലാ പാർട്ടിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. സോറി, ഈ ഒരു ഭാഗത്ത് നമുക്ക് കോൺക്രീറ്റ് കൊടുക്കണം. ഇവിടെ സെലക്ട് ചെയ്യുക, ഔട്ട്ഡോറിൽ വന്നിട്ട് കോൺക്രീറ്റ് എടുത്തിട്ട് ഈ ഒരു ഇതിൻ്റെ ഒരു കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ഓക്കെ സെലക്ട് ചെയ്തിട്ട് ഫെദറിങ്ങിൽ വന്നിട്ട് എഡ്ജിൽ ഇങ്ങനെ കൊടുക്കാം. റിഫ്ലക്റ്റിവിറ്റി കുറച്ച് കൊടുക്കാം. ഓക്കെ, ഓക്കെ പ്രസ് ചെയ്യാം.